രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ. ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതാദേവിയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം ദണ്ഡകാരണ്യത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അനേകം ഋഷിമാരുടെ ആശ്രമങ്ങളിൽ താമസിച്ച് 13 വർഷക്കാലം അതത് ഋഷിമാരുടെ സമ്പ്രദായങ്ങളിലുള്ള ഉപാസനാ പദ്ധതികളിലെല്ലാം ഏർപ്പെട്ട് 14-ാം വർഷത്തിൻ്റെ തുടക്കത്തിൽ അഗസ്ത്യ മഹർഷിയെ കണ്ട് വന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അഗസ്ത്യ ശിഷ്യനായ സുദീക്ഷണനോടൊപ്പം എത്തിച്ചേരുന്നു. അഗസ്ത്യ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ചിട്ട് അടുത്ത പുലരിയിൽ തന്നെ ശ്രീരാമചന്ദ്രൻ അവിടെ നിന്ന് പുറപ്പെട്ട് പഞ്ചവടിയിൽ എത്തി. രാമൻ്റെ കാനനവാസത്തിൻ്റെ 14-ാം വർഷത്തിൻ്റെ തുടക്കമാണിത്. കാനനവാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ അനേകമുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നാം അറിയുന്നത്, ലോകം അറിയുന്നത് രാവണവധമാണ്. ദുഷ്ടരാക്ഷസന്മാരെയെല്ലാം സംഹരിച്ച് ലോകത്തിന് ശാന്തിയും സമാധാനവും പകരുന്നതിന് വേണ്ടി, അതോടൊപ്പം ആ രാക്ഷസന്മാർക്കും നന്മയുടെ പന്ഥാവ് കാട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി, അങ്ങനെ അബദ്ധത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ധർമ്മത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെയും ആനയിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാനനവാസം. ആയിരക്കണക്കിന് ഋഷിമാർക്ക് അദ്ദേഹം ജനസ്ഥാനത്ത് വെച്ച് ദർശനം നൽകി അവരോടൊപ്പം താമസിച്ച് അവരുടെ തപസ്സിലെല്ലാം പങ്കുകൊണ്ട് അവർക്ക് അനുഗ്രഹമേകി ഇപ്പോഴിതാ തുടർന്നുള്ള രാക്ഷസ നിഗ്രഹം എന്നുള്ള മഹാകർമ്മത്തിനു വേണ്ടി അദ്ദേഹം പഞ്ചവടിയിൽ എത്തി പാർക്കുന്നു. അവിടെ താമസിക്കുമ്പോൾ തികഞ്ഞ ഏകാന്തത. എപ്പോഴും വിദ്യാഭ്യാസത്തിന് പറ്റിയ അന്തരീക്ഷം അതാണ്. തികഞ്ഞ ഏകാന്തതയിൽ മാത്രമേ കോലാഹലങ്ങളൊന്നുമില്ലാത്ത, പല പ്രകാരത്തിലുള്ള ഭൗതികമായിട്ടുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ മാത്രമേ അധ്യയനം വിജയകരമായിട്ട് മുന്നേറുകയുള്ളൂ. അതിന് പറ്റിയതായ ഒരു അന്തരീക്ഷം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ലക്ഷ്മണകുമാരന് വേദാന്തശാസ്ത്രത്തിൻ്റെ ഗഹനമായ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ പറ്റിയ അവസരം. അയോധ്യാകാന്ഡത്തിൽ നാം കണ്ടു, ഭഗവാൻ ലക്ഷ്മണകുമാരന് ജീവിതത്തിൻ്റെ തത്വശാസ്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതും ഇനി ജീവിതത്തിലുള്ള മുന്നോട്ടുള്ളതായ ദിനങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെല്ലാം കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കേണ്ടതും എന്നും ഭഗവാൻ ഉപദേശിച്ചു. പരമലക്ഷ്യം താൻ തന്നെയായിരിക്കുന്ന പരമാത്മാവിനെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്.
അതോടുകൂടി ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനമുണ്ടാകുന്നു. സകല പ്രകാരത്തിലുമുള്ളതായ പരിപൂർണത അനുഭവപ്പെടുന്നു. ഓം പൂർണ്ണമത പൂർണ്ണമിതം എന്ന മന്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത് പൂർണ്ണമാണ്, ആ പരമാത്മാവ് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമാണ്, ഈ ജഗത്ത് പൂർണ്ണമാണ്, ഈ ഞാൻ പൂർണ്ണമാണ് എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ ഇത് എന്നുള്ളതിനുണ്ട്. അങ്ങനെ പരമമായ പൂർണ്ണത തന്നിലുണ്ട് എന്നറിഞ്ഞ്, താനും പരമമായ പൂർണ്ണതയും ഒന്ന് തന്നെയാണ് എന്നറിഞ്ഞ് എപ്പോഴാണോ അതിനെ പ്രത്യക്ഷ അനുഭൂതിയാക്കി തീർക്കാൻ സാധിക്കുന്നത്, അപ്പോൾ ജീവിതം ആനന്ദമയമാകുന്നു. ജനിമൃതികൾക്ക് അപ്പുറത്തേക്ക് ഏതൊരു വ്യക്തിക്കും കടന്നു ചെല്ലാനാകുന്നു. വ്യക്തിഗതമായിരിക്കുന്ന പരിമിതികളെല്ലാം ദൂരീകൃതമായിട്ട് അഖണ്ഡമായ സച്ചിദാനന്ദമായിട്ട് വിരാജിക്കാനാകുന്നു. അതാണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. അത് രാമൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്നത് അയോധ്യാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശത്തിൽ നാം നേരെ കണ്ടു. ആ വിദ്യാഭ്യാസം ലക്ഷ്മണന് ഭംഗിയായി ഫലിച്ചു. ജീവിതത്തെ കർമ്മയോഗാനുഷ്ഠാനത്തിനും ഉപാസനയ്ക്കും വേണ്ടിയിട്ടുള്ള അവസരമായി ലക്ഷ്മണൻ രാമനോടൊപ്പം ജീവിച്ച് ഉപയോഗിക്കുകയാണ്. ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും അദ്ദേഹം കർമ്മയോഗത്തിനായി ഉപയോഗിക്കുകയാണ്. ഈ വഴിത ഇവിടെ പഞ്ചവടിയിലെ ഏകാന്തത, അങ്ങേയറ്റം രമണീയമായിരിക്കുന്ന ആ പ്രദേശം, ലക്ഷ്മണൻ്റെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് പരിധികളില്ലാത്തതായ ആ പരമലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുകയാണ്. അത് പഠിക്കാനുള്ളതായ വേദാന്തശാസ്ത്രത്തിലെ ഉപരിപാഠങ്ങൾ ഗ്രഹിക്കാനുള്ളതായ അവസരം ഇവിടെ സംജാതമായിരിക്കുന്നു. ലക്ഷ്മണൻ ഭഗവാനെ സമീപിച്ചിട്ട് ഭഗവാനോട് പറയുന്നു, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ. മോക്ഷത്തിൻ്റെ മാർഗം, ആത്മസാക്ഷാത്കാരത്തിൻ്റെ മാർഗം അല്ലയോ ഭഗവാനെ, അങ്ങ് എനിക്ക് ഈ അവസരത്തിൽ ഉപദേശിച്ചു തരണം. ലക്ഷ്മണൻ എത്ര ശ്രദ്ധാലുവായ വിദ്യാർത്ഥിയാണ് എന്ന് നമുക്ക് ലക്ഷ്മണൻ്റെ ഈ അഭ്യർത്ഥന തന്നെ വ്യക്തമാക്കി തരുന്നു. അപ്പോഴേക്കും ഭഗവാൻ ആ സന്ദർഭത്തിൽ ലക്ഷ്മണന് വേദാന്തശാസ്ത്രത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന തത്വത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അധ്യാത്മരാമായണത്തിലെ രണ്ടാമത്തെ ലക്ഷ്മണോപദേശമാണിത്. ആരണ്യകാണ്ഡത്തിൽ വരുന്നതായ ലക്ഷ്മണോപദേശം പഞ്ചവടിയിൽ വച്ച് ഭഗവാൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു. ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ ലക്ഷ്മണ, കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാം ഉപദേശം. അല്ലയോ ലക്ഷ്മണ, നീ ഇത് കേട്ടുകൊള്ളൂ, ഈ ഉപദേശത്തെ. ഇത് വളരെ രഹസ്യമാണ്. എന്താ രഹസ്യമാണെന്ന് പറയാനുള്ള കാരണം? ആർക്കും പറഞ്ഞു കേൾപ്പിക്കാൻ പാടില്ലാത്തതാണ് എന്നാണോ? അല്ല. പിന്നെയോ വളരെയേറെ സാത്വികമായ ബുദ്ധിയുള്ള ശ്രദ്ധാലുവായ ഒരു വ്യക്തിക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നത് എന്നതിനർത്ഥം. അങ്ങനെയുള്ളതായ പ്രപഞ്ച രഹസ്യമാണ് ഞാൻ ഇപ്പോൾ പറയാനായി തുടങ്ങുന്നത്. അല്ലയോ ലക്ഷ്മണ, നീ അത് ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളൂ. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ നിനക്ക് ഈ ലോകത്തെ നമുക്ക് ഈ പ്രകാരത്തിൽ ഉണ്ടാക്കി കാണിക്കുന്ന, നമ്മെ ബന്ധിക്കുന്ന മായാസ്വരൂപത്തെ വിശദീകരിച്ചു തരാം. അത് കഴിഞ്ഞ് അതിനപ്പുറം ജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഉയർന്നു ചെല്ലുവാനുള്ളതായ ഉപകരണത്തെയും വ്യക്തമാക്കി തരാം. മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ. അതറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഈ പ്രപഞ്ചം ഒരുക്കി വച്ചിരിക്കുന്ന കർമ്മവാസനകളുടെ ബന്ധനങ്ങളുടെ ആ കെണി നമുക്ക് മനസ്സിലാവുള്ളൂ. എങ്കിൽ മാത്രമേ എങ്ങനെയാണ് അതിലൊന്നിലും പെടാതെ അതിൽ നിന്ന് സുഖമായിട്ട് വഴുതി മാറി പരമാത്മ പദത്തിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ട് മായാസ്വരൂപം ആദ്യം ഗ്രഹിക്കണം. നമ്മുടെ മുന്നിലെ മായാമയമായിരിക്കുന്ന ജഗത്താനുള്ളത് മായാസ്വരൂപം ഗ്രഹിക്കുമ്പോൾ
നമുക്ക് ഇതിനപ്പുറത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള ശേഷി കൈവരും. അതാണ് ആദ്യം മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അത് കഴിഞ്ഞിട്ടോ അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. ജ്ഞാനത്തിനുള്ളതായ ഉപകരണം, ഉപാധി, സാധനാപദ്ധതി അത് ഞാൻ രണ്ടാമത് ചൊല്ലിത്തരാം. എന്താണ് മായ? നാം എല്ലാം അറിയേണ്ടതായ പരമരഹസ്യമാണത്. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഇങ്ങനെ ലക്ഷ്മണനെ ഉപാധിയാക്കിക്കൊണ്ട് ഉപദേശിക്കുന്നത്. ഇത് ലക്ഷ്മണന് മാത്രമായി നൽകപ്പെട്ട ഉപദേശമല്ല. നേരത്തെ നമ്മൾ കണ്ട ലക്ഷ്മണോപദേശവും അങ്ങനെ തന്നെ ലക്ഷ്മണന് മാത്രമായി നൽകപ്പെട്ടതല്ല. ഈ സംഭവത്തിൻ്റെ പരമ്പരയിൽ ലക്ഷ്മണനായി നൽകപ്പെട്ടത് അത് ലോകത്തിന് മുഴുവൻ നൽകപ്പെട്ടത്. എത്ര ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും വേണ്ടിയിട്ട് പകർന്നു കൊടുക്കപ്പെട്ട ഉദാത്തമായ വിജ്ഞാനമാണത്. അതാണ് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് തരുന്ന ഉപദേശമാണിത്. മായാസ്വരൂപം പറഞ്ഞു തുടങ്ങുകയാണ്. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയെ മായയാകുന്നത് അത്. ഇതാണ് മായ. അതായത് ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയൊക്കെ നമുക്ക് നേരിട്ടറിയും. അതേപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വപദാർത്ഥങ്ങളെയും നമുക്ക് നേരിട്ടറിയും. ഇതിൽ പ്രപഞ്ചപദാർത്ഥങ്ങളെ എൻ്റേത് എന്ന് നമ്മൾ കരുതുന്നു. ആരാണ് ഞാൻ? ഈ ശരീരമാണ് ഞാനെന്ന് കരുതുന്നു. ഈ ശരീരമാണ് ഞാൻ, ഈ മനസ്സാണ് ഞാൻ, ഈ ബുദ്ധിയാണ് ഞാൻ. മറ്റ് പ്രപഞ്ചപദാർത്ഥങ്ങൾ, സമ്പത്ത്, അധികാരം, സ്ഥാനമാനം ഇതൊക്കെ എൻ്റേത്. ഇങ്ങനെ ഞാനിനെയും എൻ്റേതിനെയും നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ശരീര മനോബുദ്ധികളാണോ ഞാൻ? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് ഞാനെന്നുള്ളത് ആത്മാവ്. ആ ആത്മാവ് ഈ ശരീരമല്ല, ഈ മനസ്സല്ല, ഈ ബുദ്ധിയല്ല. എന്നിട്ടും ഈ ശരീര മനോബുദ്ധികളെ ഞാനെന്ന് ധരിക്കുന്നു, തെറ്റായി ധരിക്കുന്നു. ഇതിനാണ് മായ എന്ന് പറയുന്നത്. അതാണ് ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ, ദേഹം, ശരീരം, മനസ്സ്, ബുദ്ധി തുടങ്ങിയതായ വസ്തുക്കൾ ആത്മാവല്ല. അങ്ങനെയുള്ള വസ്തുക്കളിൽ ആത്മാവെന്നൊരു ബോധം, ആത്മാവെന്നുള്ള ബോധം യാതൊന്ന് ജഗത്രയെ, ഈ മൂന്ന് ലോകത്തിലും വർത്തിക്കുന്ന ചരാചരങ്ങൾക്ക് ഈ ശരീര മനോബുദ്ധികളാണ് ഞാനെന്നുള്ള തോന്നൽ ഉറച്ച രീതിയിലുണ്ടാകുന്നു, സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. അനേക ജന്മങ്ങളിലൂടെ ദൃഢീകരിക്കപ്പെട്ടതാണതെല്ലാം. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് മാറ്റാൻ സാധ്യമല്ല. അതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് നാം സാധനകൾ ശ്രദ്ധാപൂർവകമായി അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ നമ്മെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആ ഒരു പ്രപഞ്ച ശക്തിവിശേഷമുണ്ടല്ലോ, അതാണ് മായ. മായയാകുന്നത് നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ആ മായയുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഈ ശരീരത്തോട് ബന്ധനം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നാം ആത്മാവാണ്. ഈ ആത്മാവിനെ ബന്ധിക്കാൻ ശരീരത്തിന് ബലമില്ല. ഈ ആത്മാവിനെ ബന്ധിക്കാൻ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും ബലമില്ല. പക്ഷേ നാം ഇതിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, സുദൃഢമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ചങ്ങല കൊണ്ട് ആനയെ കെട്ടുതറയിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത് പോലെ, അതേപോലെ നമ്മെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ ശരീരം, മനോബുദ്ധികൾ ഞാനാണെന്നുള്ള വിചാരത്താൽ. അത് ഈ മായയുടെ പ്രഭാവമാണ് എന്നറിയുക. തന്മൂലം എന്തുവരെ സംഭവിക്കുന്നു? സംസാരം ഭവിക്കുന്നു. ശരീരത്തെ ആസ്പദമാക്കിയുള്ളതായ സുഖങ്ങളും ദുഃഖങ്ങളും, ശരീരത്തിൻ്റെ പരിമിതികൾ ഉണ്ടാക്കുന്നതായ പല പ്രകാരത്തിലുള്ളതായ ദീനതകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും, ഇതൊക്കെ എൻ്റേതാണെന്നാണ് വിചാരം. ഇതൊന്നും എൻ്റേതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.